ഹലോ ഗേസ്, അസ്സലാമലൈക്കും. ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഇവിടുത്തെ കരിയേപ്പിൻ്റെ ഇല ചാടിയിട്ട് ഒടിഞ്ഞേക്കണ്. അപ്പം പെരിയിൽ കരിയേപ്പിൻ്റെ ഇല അല്ല. അപ്പം ഇത് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുക വിചാരിച്ചു ഉമ്മാക്കേ വിളിച്ചീനി. കരിയേപ്പിൻ്റെ ഇല വേണമെന്ന് ഇത്തേക്കിന് പറഞ്ഞിങ്ങനെ വേണമെന്ന്. അപ്പോൾ ഇത് അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ പോവാണ്. ഏതായാലും അവിടെ എത്തിയിട്ട് കാണും കേട്ടോ. വണ്ടിമ്മ വെച്ച് കൊണ്ടുവന്ന അതാവാട്ടത്. എന്താ അതുവാ കരിയേപ്പിൻ്റെ ഇല എന്ന് പറഞ്ഞപ്പോൾ ഒരു മര ഫുള്ളായിട്ട് വരിക അതുമ്മ വിചാരിച്ചാണോല്ല. നാട്ടാർക്കൊക്കെ കൊടുത്തോളി. കരിയേപ്പിൻ്റെ ഇല വെച്ചാൽ തിന്നട്ടല്ലോ എല്ലാരും. കരിയേപ്പിൻ്റെ ഇല അല്ലേ, കഞ്ചാവല്ല. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ ഉമ്മാക്ക് കൂട്ടാൻ വെക്കാനൊന്നുമില്ല, പോയി വാങ്ങണം പറഞ്ഞങ്ങനെ. അപ്പൊ ഇനി മഴ നല്ല മഴയുണ്ട്. അപ്പൊ ഇത് ചോർന്നിട്ട് വേണം പോയി വാങ്ങിക്കൊടുക്കണം. പോയിട്ട് ചോറിന് തീ എത്തിച്ച് വെള്ളം വെക്കണം. ഞങ്ങളിപ്പോ കടയിലൊക്കെ പോയിന്ന് അവിടെ കൂട്ടാൻ വെക്കാൻ ഒന്നില്ലേ, ഇനി കോഴിയൊക്കെ വാങ്ങി വന്ന് പോവാൻ നിൽക്കണം. ഇപ്പൊ മയക്ക് ചെറിയൊരു ചോർച്ചുണ്ട്. എന്റെ കോട്ടിട്. ആറാം തീയതി സർപ്രൈസ് ഇല്ലേ? ഫോണ് കോക്കി ഇല്ലേ? സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് അല്ല, സർപ്രൈസ്. അമ്മാന്റെ ഇംഗ്ലീഷ് ആയിട്ട് കണ്ടു വരെ വന്ന്. ഞങ്ങള് പോവപ്പാ. മഴപ്പ ചോർന്നു. പോട്ടമ്മ ഞങ്ങള് പോട്ടെ. ആ ഓണക്കോയിലൊക്കെ അവിടെ വെക്ക്. ഒരാള് നഴ്സറിക്ക് കൊണ്ടുപോവാണ് വിചാരിച്ചിട്ട് വരാത്തയാണ്. ഇറങ്ങണുള്ളൂ കേട്ടോ. ഇപ്പൊ ടൈം 10:42. ഇനി ഞാൻ ഇന്റെ കെട്ടിച്ചോടുത്ത് എത്തുമ്പോ ടൈം എത്രയാ നമുക്ക് നോക്കട്ടോ. 10:45 ആയപ്പത്തിന് പെരിയിലെത്തി. അപ്പൊ ഇത്ര ദൂരമുള്ളൂ, 2 3 മിനിറ്റിന്റെ ഗ്യാപ്പുള്ളൂ. പോയി വരാനുള്ളതുള്ളൂ കേട്ടോ. അപ്പൊ അവിടെ ആരോ വയ്യാതെ നിക്കണേനി. ഓലെ വയ്യ പറഞ്ഞോടത്ത് നേരം വൈകിയ 2 മിനിറ്റ് വണ്ടിമ്പോ പോവാണെങ്കിൽ 2 മിനിറ്റ് ആ ടൈമൊക്കെ ഉള്ളൂ. അപ്പം ഏതായാലും കുറച്ച് പരിപാടി ഉണ്ടാവും, തീർക്കട്ടെ. അപ്പോൾ ഇത് പെരിയെന്നൊക്കെ വന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാതൂൻ്റെ മുടിയൊന്നും വെട്ടാല്ല. അപ്പോൾ ഓനവിടെ പിടിച്ചിട്ട് കേട്ടോ. ഓനെ മുന്നൊന്ന് കയറ്റി വെട്ടണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. വല്ലാന്ന് വലിപ്പം കൊടുക്കണില്ല കേട്ടോ. മുന്നൊന്ന് കയറ്റണം വിചാരിച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ മുടീൻ്റെ അവസ്ഥ. അപ്പോൾ കണ്ണിൻ്റെ മേലൊക്കെ ആക്കി വെട്ടാൻ ആ ഒരു ലെവൽക്ക് 1 ഇഞ്ച് അങ്ങനെയൊക്കെ കൊടുക്കുള്ളൂ വെട്ടണേ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ മുടിൻ്റെ ലെവൽ. ഇത് വെട്ടി കഴിഞ്ഞിട്ട് ഞാൻ കാട്ടിത്തരട്ടെ എങ്ങനെയാണെന്ന്. കോളാവും എന്തായതാണെന്ന് അറിയില്ല. ഞാൻ തന്നെ വെട്ടിയേക്കട്ടെ. അങ്ങനെ നമ്മൾ മുടിയത്തലൊക്കെ കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്ക് ഇതാട്ടോ. അതുകൊണ്ട് കാപ്പം കാണണം. അതോ ഇതാണ് ലാസ്റ്റ് വെട്ടിയ ഫൈനൽ ലുക്ക്. നമ്മളെ മുടിയെട്ടും കാര്യമൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫ്രിഡ്ജ് എന്നാകാനും കാര്യമൊക്കെ ഉണ്ടായിന് കേട്ടോ. അതൊക്കെ തോത്തി തുടച്ച് കേകി. ഇപ്പൊ സാധനങ്ങള് എന്താ ഇതിന് കയ്യെരിയൂട്ടോ. അതാണ് മുളക്. ആർക്കും അറിയില്ല, എനിക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ? എന്നാ മുളകേറ്റ് കളിച്ചണ്ട് എരിയുള്ളൂ. അയക്കെടുത്തക്കട്ടെ. ഇതോന്റെ പാലാണ്. മാറ എന്നാ ഉണ്ടാക്കാട്ടോ ഒലിച്ച് വേണം. ഓനൊക്കെ കണ്ടൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം പോലെ നമ്മളെ ചോറ് ആയോണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ചോറ് ഊറ്റുക. അപ്പുറത്ത് ചെന്തുണ്ടാക്കണേ ചോറുണ്ടാക്കുക. ചോറുണ്ടാക്കുകയാണോ അറിയ? ചോറുണ്ടാക്കുകയാണോ? ആർക്കില്ല ചോറാ? മെച്ചിക്കോ ഇച്ചു വേണ്ട, ഇച്ചു വേണ്ട. എന്താ എൻ്റെ അടുത്ത് എന്താ കൂട്ടാല്ലേ? ചെമ്മീൻ കറിയോ മീനോ? നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് തോട്ടോട്ടക്ക് പോയോക്കണ്ടേ? ഇതോക്കാ ഇങ്ങോട്ടോക്ക് തോട്ട് പോയോക്കണ്ടേ? എന്തിനാ പോയോക്കല്ലേ? ആ മെച്ചിന്റെ മാമും കൂട്ടാനൊക്കെ ആവട്ടെ കേട്ടോ. ഇവിടെ ഒരാള് ചായ ഉണ്ടാക്കി പറഞ്ഞിട്ട്. ഇതാർക്കാ? എന്താണത്? ചായേ? പാൽ ചായ?
ആ രസമുണ്ടോ? എന്തൊക്കെയിലിട്ടക്കണ്? ഉപ്പ് ഉപ്പോ? ചായയിൽ ഉപ്പ് കുറച്ചാക്കി നല്ല വെച്ചുണ്ട്. കഴിഞ്ഞോ? കഴിഞ്ഞേ ഒക്കെ കുടിച്ചേക്കണം കേട്ടോ. അങ്ങനെ ചോറായി. ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാല് ചിക്കൻ ഇവിടെ കേക്ക് വെച്ചേക്കണ്, അതിലേക്കുള്ള സാധനങ്ങൾ വെച്ചേക്കണ്. ഇനി കോഴിക്കറി ഉണ്ടാക്കണം. ഈ വിറക് കത്തിച്ചേക്കണം. ചട്ടി ഒക്കെ കേട്ടോ. ചട്ടി ചൂടായി വെളിച്ചെണ്ണ വരട്ടോ. കുറച്ച് ഉള്ളി ഇട്ടണം. പാകത്തിന് ഉപ്പ് കൂടെ ഇട്ടോ. അങ്ങനെ നമ്മൾ ഉള്ളി ഇവിടെ ആയോണ്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മളെ ഫ്രഷ് കറിവേപ്പിൻ്റെ ഇല കേട്ടോ. മുന്നത്തെ മത്സ്യബന്ധ കുറച്ച് ഫ്രഷ് കറിവേപ്പിൻ്റെ ഇല അതിടാം. കറിവേപ്പിൻ്റെ ഇല പുറത്ത് അങ്ങനെ ഉള്ളിയൊക്കെ വാടി അതിൻ്റെ ഇടയിൽ മോണ്ട വിളിച്ചിട്ട്. അപ്പോൾ ഓനോട് വർത്താനം പറഞ്ഞിട്ട് എന്തേക്കണ് മസാലയും കാര്യം, മസാലയല്ല തക്കാളി ഇട്ട് ചതവിട്ട് അതൊന്നും ഇങ്ങനെ കുറച്ചേരം ഇട്ടൊക്കെ വിചാരിച്ചിങ്ങനെ വെച്ചോ. അതിൻ്റെ ഇടയിൽ മറന്നുപോയി. കണ്ടിന്യൂ ആയിട്ട് എടുക്കണം എന്ന് വിചാരിച്ചേന്, പക്ഷെ നടന്നില്ല. നേരത്തിന് ശേഷം ആയോണ്ട് വെക്കണുള്ളൂ. ഇതൊന്നും പാടെ വെച്ചാണ് നമ്മളെ കോഴിക്കറി റെഡി ആയിട്ടോ. അങ്ങനെ നമ്മളെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് കുടുംബത്തിൽ ഒരു മുടി കളിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തൊന്നും പോയിട്ടുള്ളൂ, ഞങ്ങൾ പോയിട്ടില്ല. അപ്പം ഒന്ന് കിട്ടിയ പൊറാട്ടയും നൂലിപ്പൊട്ടൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ പൊറാട്ട എന്നാ വിചാരിച്ചു. ചിക്കൻ കറി ഉണ്ട്. എൻ്റെ ചിക്കൻ കറി ഒന്ന് കുറച്ചെടുക്കണം. അപ്പം ഏതായാലും ഇത് തിന്നിട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങളിപ്പം ചോറ് തിന്നാൻ നിൽക്കുക കേട്ടോ. അതും കൊടുക്കണം. മാമോണ്ടേ ആ വേണ്ട. കൂട്ടാന് സാമ്പാറും ഉണ്ട്, കോഴിക്കറി ഉണ്ട് കേട്ടോ. കൂട്ടാനോ മാമുണ്ടാ? മാമ വേണ്ട. ഇനി ഞങ്ങൾ അങ്ങനെ കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഇരുന്ന് തിന്നു. അതാണ് പണി അല്ലേ? അല്ല എനിക്ക് പണിയൊന്നുമില്ല, ഞാനല്ല തരണേ. അനക്കെന്താ പണി? ഇതെനിക്ക് ആരെ കൊടായി തന്നെ? അച്ചുമാ. അപ്പൊ ഞങ്ങള് ഫുഡ് കഴിച്ചട്ടെ. അങ്ങനെ ഓന്റെ ഉറക്കൊക്കെ കഴിഞ്ഞ് നീച്ച് ഓൻ കൊറേ ഉച്ചക്ക് ഉറങ്ങിക്കണം. അവിടെ കുട്ടികൾ മീൻ പിടിച്ചാൽ വന്നിന് പാടത്ത്. അപ്പൊ അങ്ങോട്ട് പോകാറിഞ്ഞിട്ട് അപ്പൊ ഓന് മീൻ വേണം. ഞാൻ അവിടത്തെ കച്ചവടക്കാരൻ മീനെ കിട്ടുകയാണെങ്കിലുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ കിട്ടൂല കേട്ടോ. ഉണ്ടോക്ക അത് ഞങ്ങൾ പോയി നോക്കട്ടെ. ഇപ്പൊ അവിടുത്തെ കുട്ടികൾ പിടിച്ചാൽ മീനിൽ പോയിട്ടുള്ളൂ. ഈ ആൾക്കാർ മീൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. പോയോക്കട്ടെ, നമുക്ക് പോയോക്കാം. അപ്പൊ പിടിച്ചിൽ തുടങ്ങിയടാ. ആരെ കുടിച്ചിന ആളുങ്ങളിപ്പേ നിങ്ങൾ കുട്ടികളെ പടയട്ടോ. നോടന്റെ നോട്ടെ നോട്ടെ കയ്യൊക്കെ എടുത്ത ഇതപ്പ തുടങ്ങി പിടിച്ചല്ലോ നിങ്ങള്. കല്ലാങ്കാരിയല്ല, രണ്ടെണ്ണുണ്ട്. ഒരു വാടി കൊടുക്കടാ. എന്തെന്നാ അപ്പൊ ഞങ്ങൾ അങ്ങനെ അവിടുത്തെ മീൻ പിടുത്തം കഴിഞ്ഞിട്ട് വന്നിട്ടോ. ഇപ്പൊ മൈരൂപ വാങ്ങി കൊടുക്കാനായി. അപ്പൊ പോക വിചാരിച്ച് ഇവിടെ ഒരാൾക്ക് മീനെ കിട്ടാൻ കുയിന്തളക്കേക്കാണ്. നമുക്ക് ഇപ്പച്ചി വന്നിട്ട് ഇപ്പച്ചിനോട് വല വാങ്ങി തരാൻ പറയണം. എന്നിട്ട് ഞങ്ങള് തോട്ടക്ക് പോവും, പൊയ്ക്ക് പോകും. മോണ്ടന്റെ എപ്പോഴും അനുവൊക്കെ പൊയ്ക്ക് പോയില്ലേ? ഞമ്മക്ക് പോണ്ടേ? ഇജ്ജ് കറിയാണെങ്കിൽ നമ്മള് പോവില്ല. പോണ്ടേ? ഞങ്ങളങ്ങനെ പെരി പോട്ടെ.